കാരണം പിന്നെ അത് ഈ വളം ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണ്. അപ്പോൾ ഇത് ധൈര്യമായിട്ട് ഈ വളം നമുക്ക് ഉപയോഗിക്കാം. കാരണം നമുക്ക് കൂലിച്ചെലവ് വളരെയധികം കുറവാണ്. ഇത് നമ്മൾ വെള്ളം ഉപയോഗിച്ച് ഇത് കൂട്ടുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ തന്നെയല്ല 45 ദിവസം കൂടുമ്പോൾ ഇത് എനിക്ക് തേങ്ങ ഇടാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാനൊരു 30 തെങ്ങിൻ്റെ ഇപ്പോൾ ഇവിടെ ഇട്ടതാണ്. ഇതൊരു 900 തേങ്ങയോളം കാണും. അത് മാത്രമല്ല ഈ തേങ്ങയ്ക്ക് ഈ ഉള്ള് എന്ന് പറയും, ഇതിന്റെ കാമ്പ്, വെയിറ്റ് തേങ്ങയ്ക്ക് സാധാരണയുള്ള തേങ്ങയേക്കാൾ വെയിറ്റ് കൂടുതലാണ് ഈ തേങ്ങ. എല്ലാത്തിനും ഭയങ്കര വില കൂടുതലാണ്. മണ്ണിന്റെ ഘടന തന്നെ മാറിപ്പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിതീഷ് ആയിട്ട് ബന്ധ BKOS മാതൃക കർഷകനായ BKOSും നിതീഷും അവരുടെ എല്ലാം തോട്ടങ്ങളിൽ ഞാൻ പോയി. പിന്നെ ഇത് ആദ്യം കൃഷി ചെയ്ത ആളുകളുടെ പിന്നെ ഈ നെറ്റ് സർഫ് വളം ഉപയോഗിച്ച ആളുകളുടെ തോട്ടത്തിൽ പോയി ഞാനത് മനസ്സിലാക്കി. അതിനുശേഷമാണ് 2 വർഷമായി ഞാനിപ്പോൾ ഈ നെറ്റ് സർഫിന്റെ വളങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേനൊക്കെ തെങ്ങിന്റെ ഒരു മടല് പോലും ഉണങ്ങിയില്ല എന്നുള്ളതാണ് അതിശയം. എന്റെ അനിയന്റെ പിന്നെ തെങ്ങ് അതിന്റെ തൊട്ട് താഴെ തന്നെ നിൽക്കുന്നുണ്ട്. ആ തെങ്ങിന്റെ മുഴുവൻ മടലുകൾ ഉണങ്ങി പോയപ്പോഴും ഒരൊറ്റ മടല് പോലും ഉണങ്ങാതെ തെങ്ങിന് ഒരു തെങ്ങ് കേട് വരാൻ തുടങ്ങിയ ഒരല്പം പിന്നെ അതിന്റെ കുറുകി വന്നായിരുന്നു എന്റെ ഒരു തോട്ടത്തിൽ ഒരു തെങ്ങ്. ആ തെങ്ങിന്റെ കൂമ്പെടുത്ത് നല്ല കരുത്തോടു കൂടി അതും കയറി വന്നു. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിതീഷ് സോയിൽ നെറ്റ് സർഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ എടൂരിലെ വിലങ്ങുപാറയിലെ പ്രിയപ്പെട്ട റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ ജോർജ് തോമസ് സാറിന്റെ വീട്ടിലാണുള്ളത്. കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായി നമ്മുടെ നെറ്റ് സർഫിന്റെ വളങ്ങൾ ഉപയോഗിക്കുകയും അതിലൂടെ ഏറ്റവും മികച്ച റിസൾട്ട് നേടിയെടുക്കുകയും ചെയ്ത ഒരു കർഷക കുടുംബവും അതോടൊപ്പം തന്നെ ഒരു അധ്യാപക കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം നെറ്റ് സർഫിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുകയാണ്. കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് വളരെയധികം കർഷകർക്ക് ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വളങ്ങളെ കുറിച്ചാണ് നമ്മൾ കർഷകരിലേക്ക് കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലമായി കേരളത്തിലുടനീളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് തേങ്ങ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം ജോർജ് തോമസ് സാറ് കഴിഞ്ഞ 2 വർഷക്കാലമായി തെങ്ങ്, കവുങ്ങ്, റബ്ബർ തുടങ്ങിയ വിളകൾക്കെല്ലാം തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതിലൂടെ വളരെ നല്ല റിസൾട്ട് നേടിയെടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നെറ്റ് സർഫ് എന്ന് പറയുന്ന കമ്പനി പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുകയും കഴിഞ്ഞ 24 വർഷക്കാലം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 24 സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ദ്രാവക രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ്, വളങ്ങളാണ്, ജൈവവളങ്ങളാണ് ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പോയി തന്നെ 25% മുതൽ 40% ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ 25% മുതൽ 50% വരെ നമ്മുടെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്ന് കമ്പനി പറയുമ്പോൾ അത് ഉപയോഗിച്ച് വളരെയധികം റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ച പ്രിയപ്പെട്ട ജോർജ് തോമസ് സാറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് അത് അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമ്മൾ കൂടെയുള്ളത് പ്രിയപ്പെട്ട ജോസാറാണ്. ജോസാറിന്റെ പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ല. മികച്ച കർഷകൻ എന്നുള്ള അവാർഡൊക്കെ നേടിയ ഇരിട്ടിയിലെ PK ജോസാർ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ റിട്ടയർഡ് അധ്യാപികയുടെയായ പ്രിയപ്പെട്ട റോസമ്മ ടീച്ചർ നമ്മുടെ കൂടെയുണ്ട്. രണ്ടുപേരും ഒന്നിച്ചാണ് കാർഷിക മേഖലയിൽ പങ്കെടുക്കുന്നതും അതോടൊപ്പം തന്നെ ആ ഒരു അധ്യാപന ജീവിതം പോലെ തന്നെ കൃഷിയെയും ജീവിതത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു മാതൃകാ ദമ്പതികളുടെ കൂടെയാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ തേങ്ങയുണ്ടാവും. ഇവിടെ നമുക്ക് ഈ തേങ്ങ എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ബാക്കിയുള്ള റിസൾട്ടുകളൊക്കെ നമ്മുടെ ജോർജ് തോമസ് സാറ് നമ്മളോട് സൂചിപ്പിക്കുന്നതായിരിക്കും. അദ്ദേഹത്തെയും കുടുംബത്തെയും ഏറെ സ്നേഹപൂർവ്വം നെറ്റ് സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചതിന്റെ വീഡിയോ ജോർജ് തോമസ് സാർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. 2ാം വർഷവും നമ്മുടെ വളപ്രയോഗം തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജോസാറിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുണ്ടായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ എത്ര കാർഷിക മേഖലയിൽ ഉണ്ടായ മറ്റു വളങ്ങൾ ഉപയോഗിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ, തെങ്ങ്, റബ്ബർ തുടങ്ങിയ കവുങ്ങ് തുടങ്ങിയതിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. ഞാൻ ജോർജ് തോമസ്, വിലങ്ങുപാറ, റിട്ടയറായിട്ട് 13 വർഷമായി. എൻ്റെ വൈഫ് റോസമ്മ റിട്ടയർ ചെയ്തിട്ട് ഏതാണ്ട് 10 വർഷം കഴിഞ്ഞു. അപ്പം നമ്മൾ കൃഷിയോട് പിന്നെ പാരമ്പര്യമായി എൻ്റെ വല്യപ്പനും എൻ്റെ ഫാദറും എല്ലാം കർഷകരാണ്. പുറകുകാട് മേൽച്ചി താലൂക്കിൽ നിന്ന് ഇവിടെ കുടിയേറിയതാണ്. അപ്പോൾ പിന്നെ തെങ്ങ്, റബ്ബർ, കവുങ്ങ് എല്ലാ വിളകളുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പിന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ രാസവളം ഞാൻ മണ്ണ് പരിശോധിച്ചിട്ട് രാസവളം ഇടുമായിരുന്നു.
അത് കൂടുതൽ പണിക്കാർ വേണം. പിന്നെ ഭയങ്കര വളത്തിൻ്റെയൊക്കെ ആണെങ്കിൽ പൊട്ടാഷിന്റെയും എല്ലാത്തിനും ഭയങ്കര വില കൂടുതലാണ്. മണ്ണിന്റെ ഘടന തന്നെ മാറിപ്പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിതീഷ് ആയിട്ട് BK ജോസ്, മാതൃ കർഷകനായ BK ജോസും നിതീഷും അവരുടെ എല്ലാം തോട്ടങ്ങളിൽ ഞാൻ പോയി. പിന്നെ ഇത് ആദ്യം കൃഷി ചെയ്ത ആളുകളുടെ ഈ നെറ്റ് സർഫ് വളം ഉപയോഗിച്ച ആളുകളുടെ തോട്ടത്തിൽ പോയി ഞാനത് മനസ്സിലാക്കി. അതിനുശേഷമാണ് 2 വർഷമായി ഞാനിപ്പോൾ ഈ നെറ്റ് സർഫിന്റെ വളങ്ങളാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തെങ്ങിന് ഞാനിത് അപ്ലൈ ചെയ്തത് 5 ലിറ്റർ വീതം ഞാൻ 4 മാസം കൂടുമ്പോഴേ ഞാനിത് തെങ്ങിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു. ഈ വർഷത്തെ വേനൊക്കെ തെങ്ങിന്റെ ഒരു മടല് പോലും ഉണങ്ങിയില്ല എന്നുള്ളതാണ് അതിശയം. എന്റെ അനിയന്റെ തെങ്ങ് അതിന്റെ തൊട്ട് താഴെ തന്നെ നിൽക്കുന്നുണ്ട്. ആ തെങ്ങിന്റെ മുഴുവൻ മടലുകൾ ഉണങ്ങി പോയപ്പോഴും ഒരൊറ്റ മടല് പോലും ഉണങ്ങാതെ ഒരു തെങ്ങ് കേടുവരാൻ തുടങ്ങിയ ഒരല്പം അതിന്റെ കുറുകി വന്നായിരുന്നു എന്റെ ഒരു തോട്ടത്തിൽ ഒരു തെങ്ങ്. ആ തെങ്ങിന്റെ കൂമ്പെടുത്ത് നല്ല കരുത്തോടു കൂടി അതും കയറി വന്നു. അത് തന്നെയല്ല 45 ദിവസം കൂടുമ്പോൾ ഇത് എനിക്ക് തേങ്ങ ഇടാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു 30 തെങ്ങിന്റെ ഇപ്പൊ ഇവിടെ ഇട്ടതാണ്. ഇതൊരു 900 തേങ്ങയോളം കാണും. അത് മാത്രമല്ല ഈ തേങ്ങായിക്ക് ഈ ഉള്ള് എന്ന് പറയും, ഇതിന്റെ കാമ്പ്, ആ വെയിറ്റ് തേങ്ങായിക്ക് സാധാരണയുള്ള തേങ്ങയേക്കാൾ വെയിറ്റ് കൂടുതലാണ് ഈ തേങ്ങ. കാരണം അത് ഈ വളം ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണ്. അപ്പൊ ഇത് ധൈര്യമായിട്ട് ഈ വളം നമുക്ക് ഉപയോഗിക്കാം. കാരണം നമുക്ക് കൂലിച്ചെലവ് വളരെയധികം കുറവാണ്. ഇത് നമ്മള് വെള്ളം ഉപയോഗിച്ച് ഇത് കൂട്ടുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ അത് ചെയ്യുന്ന നമ്മളെ കർഷകർ ഓരോരുത്തരും ചുമ്മാ ആരെങ്കിലും കൈ കൊടുത്തു വിട്ട് ചെയ്യരുത്. ഇവര് നിതീഷൊക്കെ ഇതിന് നിർദ്ദേശം തരും, ജോസൊക്കെ. അപ്പൊ ആ നിർദ്ദേശം അനുസരിച്ച് തന്നെ നമ്മൾ തന്നെ നമ്മുടെ മേൽനോട്ടത്തിൽ ഈ വളം നമ്മൾ തെങ്ങിന് ഒഴിച്ചു കൊടുത്താല് വളരെ നല്ലതാണ്. എല്ലാ കൃഷികൾക്കും നല്ലതാണ്. പിന്നെ ഞാൻ കവുങ്ങ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 3-ാം വർഷം ആയ കവുങ്ങാണ്. കവുങ്ങിന് ഒഴിച്ച് കവുങ്ങ് നല്ല കരുത്തോടു കൂടി നല്ല ഊറ്റത്തിൽ കയറി വരുന്നുണ്ട്. അപ്പൊ അതിന് ഞാനിപ്പോ 2 വർഷമായിട്ടതാണ് ചെയ്യുന്നത്. കൊടി ഈ വർഷം ഞാൻ പതിവില്ലാതെ കൊടികൾക്കെല്ലാം ഒഴിച്ചു. കൊടികളെല്ലാം ഇപ്പൊ നല്ല അറലിടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കരുത്തോടു കൂടി സർവ്വ കൊടികളും നല്ല കരുത്തോടു കൂടി കയറി വരുന്നുണ്ട്. അപ്പൊ ഇവര് അതിന്റെ സ്റ്റിം റിച്ച് അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാനത് അതിനിപ്പോ അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് റബ്ബറിനാണ്. റബ്ബർ എനിക്ക് വളരെ സക്സസ് ആണ്. റബ്ബർ ഇപ്പം ഈ ഇലക്കൊഴുപ്പ് കൊണ്ട് ഇല ഒഴിയുന്ന പ്രശ്നമേ ഇല്ല. ഇലക്ക് ഈ വർഷം മുതൽ കഴിഞ്ഞ വർഷം ഈ വർഷം ഞാൻ മരുന്നടിച്ചില്ല. ഇത് ഒഴിച്ചതിന് ശേഷം റബ്ബറിന്റെ കോമ്പൊടിയലും ഒടിയലും കുറഞ്ഞിട്ടുണ്ട്. പാലാണെങ്കിൽ 100 മരത്തിന് 20 ഷീറ്റ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടുപാല് നല്ല രീതിയിൽ ഒട്ടുപാലുണ്ട്. പിന്നെ ഈ പാലിന് നല്ല DRC ഉണ്ട്, വളരെ കൂടുതലാണ് DRC. അപ്പോ റബ്ബറും വളരെ ഗുണകരമാണ്. റബ്ബറിന് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചാൽ മതി. നമ്മൾ ജൂലൈയില് സാധാരണ നമ്മൾ ഏപ്രിൽ മാസത്തിലും പിന്നെ ഒരു ഓഗസ്റ്റ് മാസത്തിലും ആ 2 പ്രാവശ്യം നമ്മൾ അതിന്റെ ചുവട്ടിൽ ചെറിയൊരു കുഴി കുത്തിയിട്ട് നമ്മൾ ഒഴിക്കുന്നൊരു പണിയേ ഉള്ളൂ. മറ്റ് വളം ഇങ്ങനെ പണിക്കാരെ കൂട്ടി ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു വിഷയമില്ല. അതുകൊണ്ട് പൊതുവെ എനിക്ക് നിങ്ങളോട് കൃഷിക്കാരോട് പറയാനുള്ളത് ഇത് വളരെ നല്ലൊരു വളമാണ്. പരിസ്ഥിതി മലിനീകരണമില്ല. നമുക്ക് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഫുൾ ഓർഗാനിക്കാണ്, ജൈവവളമാണ്. നമുക്കൊന്നും പേടിക്കാനില്ല. ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. 100% അനുഭവസ്ഥനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ ഇത്രയും ഒരു അവസരം തന്നവരെ നെറ്റ് സർഫിന്റെ നിതീഷിനോടും BK ജോസിനോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. സാർ പറഞ്ഞത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഓരോ കർഷകരും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഇന്ന് ഇപ്പൊ സാറ് പറഞ്ഞത് സാധാരണ തേങ്ങ ഇടുന്നത് എത്ര മാസം കൂടുമ്പോഴായിരുന്നു നമ്മുടെ വളം ഉപയോഗിക്കുന്നതിന് മുന്നേ? 2 മാസം 3 മാസം 3 മാസത്തിനുള്ളിലായിരുന്നു നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ 45 ദിവസം കൂടുമ്പോ അല്ലെ, 45 ദിവസം കൂടുമ്പോ ഇത് എടുക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പൊ തേങ്ങയുടെ ഇതിപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഒരു 3/4 കിലോന്റെ അടുത്ത് മുകളിലുണ്ടാവും ഈ ഒരു തേങ്ങ എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇവിടെ ഉള്ള തേങ്ങയെല്ലാം ഉൾക്കാമ്പ് വർദ്ധിക്കും എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈൽഡ് കൂടുന്നതോടൊപ്പം തന്നെ നമുക്ക് സസ്യത്തിന് ഇപ്പൊ എനിക്ക് തോന്നുന്നു കാർഷിക മേഖലയിൽ തേങ്ങക്കൊഴികെ ബാക്കി എല്ലാ വിളകൾക്കും ഇപ്പൊ അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളപ്രയോഗം നമ്മൾ കൃത്യമായി നല്ല രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ കാർഷിക മേഖലയെ നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് കുരുമുളക് ആയിക്കോട്ടെ, നമ്മുടെ അടയ്ക്ക ആയിക്കോട്ടെ, റബ്ബർ ആയിക്കോട്ടെ, റബ്ബറിനൊക്കെ 200 മുകളിൽ കയറി വർഷങ്ങൾക്ക് ശേഷം, ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം 200 രൂപയുടെ മുകളിൽ കയറി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത. അപ്പൊ മഴക്കാലത്തായാലും നമുക്ക് ഇലപൊഴിച്ചലില്ലാതെ ഒടിച്ചലില്ലാതെ അങ്ങനെയൊക്കെ നമുക്ക് ഉൽപാദനം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാനും DRC വർദ്ധിപ്പിക്കാനും വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കൂലി ചെലവ് നമ്മൾ ഒട്ടുപാലിൽ നിന്നും ചിരട്ടപ്പാലിൽ നിന്നും നമുക്ക് ലഭിക്കും. അത്രയും DRC വർദ്ധിപ്പിച്ചതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും നമ്മള് കാർഷിക മേഖലയിൽ നമുക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എത്ര തോട്ടത്തിന് ഉടമയായിക്കോട്ടെ, ഒരുപക്ഷെ ജോർജ് തോമസ് സാർ പോലും ഒരു ഭാഗത്ത് ഉപയോഗിച്ചതിന് ശേഷമാണ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അതെ അതെ അതെ. ആദ്യം ഒരു ഭാഗത്ത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി, പിന്നീട് എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഒരു ഭാഗത്ത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക, അത് ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ജോസ് സാർ ആണെങ്കിൽ പോലും കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് 50ഓളം ഐറ്റത്തിന് 2 വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട്. ടീച്ചർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കർഷകരോടോ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ പിന്നെ ഒരു സന്തത സഹചാരിയായി കൂടിയുള്ള ടീച്ചർക്ക് 2 വാക്ക് എന്തെങ്കിലും സംസാരിക്കാൻ. സാറിന് ഈ വളപ്രയോഗം ഭയങ്കര താല്പര്യമായി. ആദ്യമൊക്കെ ഒരു മടിയായിരുന്നു. എന്നെ തോട്ടങ്ങളിൽ പോയി കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പറമ്പിൽ ഇത് ഉപയോഗിക്കുകയും മറ്റുള്ളവരോട് നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലവും കാണുന്നുണ്ട്. തേങ്ങയും ഷീറ്റും ഒക്കെ നന്നായി വരുന്നുണ്ട്, കുഴപ്പമില്ല. എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷേ നമ്മുടെ മണ്ണിനെ ഘടനയിലൂടെ വ്യത്യാസപ്പെടുത്തി എടുത്തുകൊണ്ട് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മാറ്റപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ വളപ്രയോഗത്തിലൂടെ ഉണ്ടാവുന്നത്. അതിലൂടെ സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങൾ എത്തിക്കുന്നു, സൂക്ഷ്മ മൂലകങ്ങൾ എത്തിക്കുന്നു. അതിനുള്ള ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള എല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ കർഷകരോട് ഞാനും പറയുന്നു, ജോസാറും പറയുന്നു, ജോർജ് തോമസ് സാർ അടക്കമുള്ള കർഷകർ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ഭാഗത്തെങ്കിലും ഉപയോഗിക്കുക, അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർപ്പിക്കുക. അതോടൊപ്പം നമ്മുടെ കൂടെയുള്ള ഇന്ന് നമ്മുടെ ശേഖരൻ എന്ന് പറയുന്ന നമ്മുടെ തേങ്ങ പൊതിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടെ നമുക്ക് നോക്കാം. കാരണം അദ്ദേഹം പല സ്ഥലങ്ങളിൽ തേങ്ങ പൊതിക്കുന്നതാണ്. ഇവിടെ തേങ്ങ പൊതിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ തേങ്ങ പൊതിക്കുന്നതാണ്. ഇവിടുത്തെ തേങ്ങ പൊതിക്കുക. ഇപ്പൊ നമ്മള് സാധാരണ നമ്മള് കഴിഞ്ഞ ഇതിനെ അപേക്ഷിച്ച് ഇപ്പൊ നമ്മൾ എടുക്കുമ്പോൾ തേങ്ങയുടെ സൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നുണ്ട്? ഇതിപ്പം ആവറേജ് തേങ്ങയാണ്. ഞങ്ങൾ ആദ്യം ഞാൻ ഇവിടെ വന്നപ്പം പിന്നെ കുറച്ച് മുളച്ച് തേങ്ങ ഉണ്ടായിരുന്നു. അതിനെ പഠിക്കുമ്പോൾ അതൊന്നും വലിയ തേങ്ങയില്ല, വെയിറ്റ് ഒന്നും ഇല്ല, ചെറുതായിരുന്നു. ഇതിപ്പം ആവറേജ് തേങ്ങ പിന്നെ ഉള്ളുണ്ട്, തൂക്കമുണ്ട്. അതിപ്പോ മുന്നേ പറഞ്ഞാൽ ഇതുപോലെ 45 ദിവസം കൂടുമ്പോൾ തേങ്ങ 2-3 വർഷം 2-3 പ്രാവശ്യം പിന്നെ അപ്പൊ അതാണ് പല സ്ഥലങ്ങളിൽ തേങ്ങ പൊതിക്കുന്ന ശേഖരൻ ചേട്ടൻ പോലും പറയുന്നത് ഇവിടുത്തെ തേങ്ങയ്ക്ക് ഉൾക്കാമ്പ്, അതായത് വെയിറ്റ് കൂടുതൽ, 3/4 കിലോ മുകളിലുണ്ടാവും. അപ്പൊ വെയിറ്റ് കൂടുതലുണ്ട്. മണ്ടരി മറ്റ് കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മണ്ടരിയില്ല, മണ്ടരിക്ക് പോലും മാറ്റം വന്നിട്ടുള്ളതാണ്. ചെറിയ തേങ്ങകളൊന്നുമില്ല, മണ്ടരി കുറവുണ്ട്. മണ്ടരി കുറവ്. ഇപ്പൊ 2 തേങ്ങ കർഷകർ 2 പേരുണ്ട്, മണ്ടരിക്ക് കുറവുണ്ട് എന്നുള്ളതാണ്. പൊതുവെ മറ്റുള്ള സ്ഥലങ്ങൾ മണ്ടരി ഉണ്ടോ? ഇന്നലെ പിന്നെ കുറ്റിരപ്പള്ളി തോഞ്ചണ്ട് ഉണ്ണീസ് തോഞ്ചണ്ട് തേങ്ങ വെച്ചായിരുന്നു. അത് നോക്കുമ്പോൾ അതിനും അങ്ങനെ വലിയ പിന്നെ മണ്ടരിയൊന്നും വന്നിട്ടില്ല. എന്നാൽ പൊതുവെ മറ്റു സ്ഥലങ്ങളിൽ മണ്ടരിയുണ്ട്. മണ്ടരിക്ക് പോലും മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചുമതലയാണ് നമുക്കുള്ളത്. ഇത് ഉപയോഗിക്കേണ്ട ചുമതല നിങ്ങൾക്ക് മാത്രമാണ്. കാരണം നമ്മൾ നീന്തൽ പരിശീലിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസായിട്ട് നമ്മൾ ബുക്ക് നോക്കി ചെയ്താൽ നീന്തൽ പരിശീലിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. അത് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ല മാഷേ, അത് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അറിയൂ. ഒരു അധ്യാപകൻ കൂടി ആയതുകൊണ്ട് തന്നെ സസ്യങ്ങളെ, കുട്ടികളെ നോക്കുന്ന പോലെ തന്നെയാണ് സസ്യങ്ങളെ നോക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. അതിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട വിളവ് ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട ജോർജ് തോമസ് സാറിനോടുള്ള നന്ദിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള നന്ദിയും ഇത് അർപ്പിക്കുന്നു. ശേഖരൻ ചേട്ടന് പ്രത്യേകം നന്ദി അർപ്പിക്കേണ്ട ഒരു അവസരമാണ് പറഞ്ഞത്. ജോസേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതുവരെ ആയിട്ട് ഞാൻ 9 വർഷമായി എത്തിയാണ്. ഇത് 2 വർഷമായിട്ട് ഒരു രാസവളം കിട്ടില്ല, ഒരു വളവും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഈ ലിക്വിഡ് ആയിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൽ NPK, യൂറിയ, മഷൂരി, പൊട്ടാഷ് എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മിറ്റത്തുള്ള ചെടിക്ക് പോലും എല്ലാത്തിനും പച്ചക്കറിക്ക് എല്ലാം അടിച്ചാൽ അലർജി ഇല്ലല്ലോ. വേറെ വിഷങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നമുക്ക് കാലഘട്ടത്തില്. നമ്മുടെ മണ്ണിനെ ഇപ്പോ മിനിയാന്ന് ഞാൻ ഒരാൾ എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞ വർഷം ഉപയോഗിച്ചാണ്. എന്റെ പറമ്പിൽ മണ്ണിര എന്ന് പറഞ്ഞ അംശം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ മണ്ണിരയുടെ സാന്നിധ്യം വളരെയധികം കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമതെ ഈ കാലി ബോട്ടിലിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും വീട്ടു സാധനം എടുത്തു വെക്കാമല്ലോ. കുടിക്കുന്ന വെള്ളം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൈ എടുത്താൽ മതിയല്ലോ. ഓരോ ബോട്ടിലിന്റെ മുകളിലും എഴുതിയിട്ടുണ്ട് 100% ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ളത്. കാരണം മനുഷ്യനോ മണ്ണിനോ ജീവജാലങ്ങൾക്കോ ഒരു പ്രോബ്ലംസും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇക്കോസൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഇക്കോസൈറ്റിന്റെ ലോകത്തിലുള്ള 80-ലധികം രാഷ്ട്രങ്ങളുടെ ജൈവ സർട്ടിഫിക്കേഷൻ ആയ ലോകത്തിലെ US ഗ്രേഡ് 1 ആയിട്ട് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നത്.
100% വിശ്വാസത്തോടുകൂടി അല്ലെ, അതെ, അതെ, അനുഭവത്തിലൂടെ പറയുന്നു. കമ്പനിയുടെ സർട്ടിഫിക്കേഷനും 100%മാണ്, അനുഭവവും 100%മാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയുടെ കൂപ്പുകയും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തത്തെ. ജയ് ഹിന്ദ്, ജയ് നെക്സൺ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു.